നന്മകളിൽ സജീവമാകണം. വകാനൂ ലനാ ഖാശിഈൻ, നല്ല ഭക്തിയോടെ ജീവിച്ചവരായിരുന്നു മഹാന്മാർ. നമ്മുടെ ജീവിതത്തിൽ ഭക്തി വേണം, നിസ്കാരത്തിൽ ഭക്തി വേണം, ഖുർആനോത്തിൽ ഭക്തി വേണം, മൗലിദോതുമ്പോ ഭക്തി വേണം. എല്ലാ സുഹൃതങ്ങളുടെയും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ആ ഭക്തിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന സ്വീകാര്യത ചെറുതല്ല, വളരെ വലുതാണ്. അല്ലാഹു നമുക്ക് ഖുശൂഅ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് വരകളുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കരുത്. പൂക്കളും ചിത്രങ്ങളും വരകളൊക്കെ ഉള്ളത് വരച്ച് നിസ്കരിച്ചാൽ കറാഹത്തല്ലേ. എന്താ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറയാൻ കാരണം, ശ്രദ്ധ മാറിപ്പോകും. മുസല്ലയും ചിത്രങ്ങളില്ലാത്ത മുസല്ലയാണ് ഏറ്റവും നല്ലത്. അതാ നല്ലത്. അത് കാർപ്പറ്റ് ആണെങ്കിലും നല്ലത് തന്നെ, ചിത്രങ്ങളൊന്നും ഇല്ലാത്ത കാർപ്പറ്റ്. പള്ളിയുടെ ഉൾഭാഗങ്ങളിൽ എഴുത്തുകുത്തുകൾ, ഖിബലയുടെ ഭാഗത്തൊന്നും എഴുത്തുകുത്തുകൾ വരാൻ പാടില്ല. അതും പണ്ഡിതന്മാർ പഠിപ്പിച്ചു, കറാഹത്താണ്. ചില ആളുകൾ പള്ളിന്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്ന മൊത്തം അങ്ങോട്ട് എഴുതി വെക്കും. 4 റക്അത്ത് ദീനിനടക്ക് നിസ്കരിക്കുന്ന ആള് സുബ്ഹാനല്ലാഹി സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ ഒക്കെ വായിച്ചു തീരും. അയാളെ നാവുകൊണ്ട് ഫാത്തിഹയും ഇഖ്ലാസൊക്കെ ഓതി തസ്ബീഹൊക്കെ എല്ലുന്നുണ്ടാവും, കൽബിൽ ഇത് വായനയായിരിക്കും. ശ്രദ്ധ പോകണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പുറത്തപ്പുറത്തോ സൗകര്യപൂർവ്വം ആളുകൾക്ക് വായിക്കണമെങ്കിൽ എഴുതിച്ചോട്ടെ, കേക്കോട്ടും മറ്റും തിരിഞ്ഞു നിസ്കരിക്കൂലല്ലോ. ഇത് നേരെ മുന്നിൽ തന്നെ എന്തൊരു എഴുത്താണ്, ആയത്തും മറ്റതൊക്കെ. അത് വളച്ചിട്ടും ചിരിച്ചിട്ടും എഴുതിയാല് തിരിയാത്ത ആള് ചിലപ്പോ ആള് തിരിഞ്ഞു നോക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പൊ അത്. അത് ചെരിച്ചാണ് എഴുതിയത്. അതുകൊണ്ട് നേർക്ക് നോക്കിയിട്ട് അക്ഷരം തിരിയുന്നില്ല, ചെരിച്ചല്ലേ എഴുതിയത്. അപ്പൊ ചെരിഞ്ഞു നോക്കട്ടെ എന്ന് ചിലപ്പോ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നിസ്കാരം എവിടെ എത്തിപ്പോയി. പഴയ കാലത്തെ പള്ളികളിലൊന്നും അങ്ങനത്തെ എത്തുകുത്ത് കാണൂല, കാണൂല. ഒരു ജനൽമോൽ പോലും ഒരു കമ്പിയിൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് അള്ളാഹു എന്നുള്ളതും അപ്പുറത്തുള്ള ഒരു മുഹമ്മദ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതനോ ഏതന്റെ നോക്കുമ്പോ തന്നെ പഴമക്കാര് പറയും, അത് അവിടെ കൊടുക്കണ്ട, സൈഡിലൊക്കെ നിന്നോട്ടെ, ഒരു ബഹുമാനത്തിന്. മുന്നിലെ ആളുകൾ കൈയ്യട്ടി നിസ്കരിക്കുന്ന സ്ഥലം. ഇന്ന് എന്തെല്ലാമാണ് മുന്നില്. ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ക്ലോക്ക് ഒരു വക, പിന്നെ കലണ്ടർ വേറൊരു വക, പിന്നെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ഒന്ന്, മൊബൈൽ ഫോൺ ഓഫാക്കണം എന്ന് വേറെ, മടമ്പ് ശരിയാക്കണം എന്നത് വേറെ, എന്തെല്ലാം അനൗൺസ്മെന്റ്. ഇതൊക്കെ ഏകദേശം വായിച്ചു തീരുമ്പോഴേക്കും അത്തഹിയാത്തിലെത്തും. അപ്പൊ അതിലേക്കൊന്നും ശ്രദ്ധ പോകുന്ന വിധം അങ്ങനൊന്നും എഴുതി വെക്കാതിരിക്കലാണ് നല്ലത്. നിസ്കരിക്കുന്ന ആള് വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. നിസ്കാര കുപ്പായം കണ്ടില്ലേ നിങ്ങൾ? ഏതാ അതിന്റെ കളർ കൂടുതൽ? വെള്ളല്ലേ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നിസ്കാര കുപ്പായം വാങ്ങുന്നൊക്കെ വെള്ളല്ലേ. എന്താ വേറെ കളർ കൊണ്ടൊന്നും അടിച്ച നിസ്കാര കുപ്പായം ആത്തോണ്ടാ? അതാണ് ഉത്തമം. ആ വെള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുമ്പോഴാണ് വലിയ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാര് വെള്ള വസ്ത്രത്തിൽ നല്ല മക്കനയും മുടിയൊന്നും കാണാത്ത രീതിയിൽ, കാലൊന്നും കാണാത്ത രീതിയിലുള്ള നല്ല മറവോടെയുള്ള നിസ്കാര കുപ്പായത്തിൽ